യുകെക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയല്ലേ. എപ്പോഴാണ് മഴ വരുന്നത്, വെയിൽ വരുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ക്ലൈമറ്റ് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാർക്കുണ്ട് കുട്ടികളെയും കൊണ്ട്, സ്റ്റോക്കൽ പാർക്ക്. യോർക്കിലാണ് അതുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് പാർക്ക് ഇൻ യുകെ ആണ്. അതിൽ കുറെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇനി മഴയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഫുൾ ഡേ നമുക്ക് ഒരു പിക്നിക് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ദാ ഈ വരുന്നത്. ഇനി നിങ്ങൾ യോർക്കിൽ പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാഷണൽ റെയിൽവേ മ്യൂസിയം. അതും വേർത്ത് ട്രൈ ആണ്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് കണ്ടുപോകൂ. ഇതാണ് യോർക്കിലെ സ്റ്റോക്കൽ പാർക്ക്. ഇതിലെ എൻട്രി ഫീ വരുന്നത് 11.99 പെർ പേഴ്സൺ ആണ്. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, കൗണ്ടറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പൗണ്ട് കൂടുതൽ വരും. അതുകൊണ്ട് ഓൺലൈനിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലേ ഹൈവ് ആണ്. യുകെയിലെ ഏറ്റവും വലിയ ഇൻഡോർ പ്ലേ ഏരിയ ആണ്. അതിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലോക്കർ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒരു ബൈ ബൈ പറഞ്ഞ് പോക്കാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം മുന്നിൽ കാണുന്ന ഇത്രയും വലിയ പ്ലേ ഏരിയ ആണ്. അപ്പം പിന്നെ ബൈ ബൈ പറഞ്ഞ് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ ഒറ്റ ഓട്ടമായിരുന്നു. ഇത് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകുന്നതോറും ഞങ്ങളുടെയും കൗതുകം കൂടി വരികയായിരുന്നു കേട്ടോ. കാരണം ഇൻഡോറിൽ ഇത്രയും വലിയൊരു പ്ലേ ഏരിയ അത് എത്ര ഭംഗിയായിട്ടാണെന്നറിയോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിലേക്ക് കയറുന്നതിന് പ്രത്യേകം ടിക്കറ്റ് ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 11.99 ഔട്ട്ഡോർ അഡ്വഞ്ചർ ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ്. ഈ പ്ലേ ഹൈവിലേക്ക് കയറുന്നതിന് 13.99 പെർ പേഴ്സൺ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 90 മിനിറ്റ് ടൈം സ്ലോട്ട് അവർ തരും. ഈ ഒരു 90 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം. ഇനി ഒരു രഹസ്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചു ഇൻഡോർ പ്ലേ ഏരിയ അല്ലേ, ഇത് കുട്ടികൾക്കുള്ളതല്ലേ എന്ന്. പക്ഷെ അകത്ത് കയറിയപ്പോഴല്ലേ ഇത്ര വെറൈറ്റി സ്ലൈഡുകളും കാര്യങ്ങളും അഡൾട്ട്സിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായത്. അപ്പം പിന്നെ നമ്മുടെ ഉള്ളിലെ കുട്ടിയും അറിയാതെ പുറത്തു വന്നുപോയി. ഇത് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളും എല്ലാവരും ഇറങ്ങി തിരിച്ചു കേട്ടോ. അഡൾട്ട്സിനും കയറാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡുകൾ തന്നെയാണുള്ളത്. ഞങ്ങളെല്ലാവരും അത്യാവശ്യം കാര്യങ്ങളെല്ലാം കയറി. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്ലൈഡുകളുണ്ട്, സ്വിങ്ങുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുട്ടികളെ വിട്ടിട്ട് നമ്മളെന്തിനാണ് ബോറടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ഏരിയ ഒന്നുമല്ല കേട്ടോ, ഒരുപാട് ഏരിയയിൽ പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിധത്തിലും തരത്തിലുള്ള സ്ലൈഡുകളും സ്വിങ്ങുകളും സീസോയും എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി എക്യുപ്മെൻ്റ് ആണ്. കാരണം അഡൾട്ട്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ കുട്ടികളെ അവരുടേതായ പാട്ടിന് വിട്ടിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. മഴയൊക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സാണ് ഈ ഒരു ഇൻഡോർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കുട്ടികളെ വിട്ടിട്ട് വെറുതെ ഇരിക്കേണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിലെ കുട്ടിയെയും പുറത്തെടുത്ത് ഇതുപോലുള്ള കളികളിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള ഇനി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളുണ്ട്. ഇതാണ്ട് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള സ്ലൈഡ്, അതുപോലെ ട്രാംപോലിൻ. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെല്ലാം നമുക്കും കയറാം, അഡൾട്ട്സിനും കയറാം എന്നുള്ളതാണ്. എല്ലാ പാർക്കുകളിലും അതൊന്നും അലൗഡ് അല്ലല്ലോ. പക്ഷേ ഇവിടെ ഉള്ള ഏത് റൈഡിലാണെങ്കിലും ട്രാക്ടറിലാണെന്നുണ്ടെങ്കിലും സ്ലൈഡുകളിലാണെന്നുണ്ടെങ്കിലും അഡൾട്ട്സിനും അലൗഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ കുട്ടികളെ നോക്കി സാധാരണ പാർക്കിൽ പോകുന്ന മാതിരി വായി നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതെല്ലാം കയറി എൻജോയ് ചെയ്യാം. പിന്നെ വേണ്ട സ്നാക്സും ഐസ്ക്രീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലുള്ള സൈക്കിൾ റൈഡ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. ഒന്നും ആയില്ല കേട്ടോ. അതാ ഈ കണ്ടില്ലേ എൻചാൻറ്റഡ് ഫോറസ്റ്റ്, അതാണ് മക്കളെ കാഴ്ച. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് അതിൽ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നേരത്തെ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്നൊന്ന് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെയിൻ റൈഡ് എടുക്കാം. പക്ഷേ അതിന് സ്പെഷ്യലായിട്ടുള്ള ടിക്കറ്റ് വേണം. ട്രെയിൻ റൈഡിന് 3 പൗണ്ട് പെർ പേഴ്സൺ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അവർ നമ്മളെ ട്രെയിനിൽ കയറ്റി ഈ ഫോറസ്റ്റിൽ കൂടെ ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരും. ആ ഫോറസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇനി അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ ഫോറസ്റ്റിലൂടെ ഇതുപോലെ നടന്നു പോയി എല്ലാവിധ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെയും ഇതുപോലെ കളിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതിലൂടെ നടക്കുന്ന ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഫോറസ്റ്റും അതിൻ്റെ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് നടക്കുന്നത്. അതായത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു സ്ലൈഡാണ്. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നെ വളരെ ഒരു കൗതുകം തോന്നും. അതുപോലെ ഭംഗിയുമാണ്, വെരി കളർഫുള്ളുമാണ് കാണാൻ. നമ്മളങ്ങോട്ട് കയറി വന്നപ്പോൾ വിച്ചസിൻ്റെ ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് ചിലർ നടക്കുന്നുണ്ടോ, ആ ഒരു തീമാണ് അവരുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ വേഷമിട്ട് നിൽക്കുന്നവർ ചില ഗെയിമൊക്കെ ഈ ഫോറസ്റ്റിനുള്ളിൽ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും. ശരിക്കും നമുക്ക് ഭയങ്കര കൗതുകമാണ്. നടന്ന് കാണുമ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ചുമ്മാ ഈ ഫോറസ്റ്റിലൂടെ ഒന്ന് നടന്നാൽ മതി. നമ്മൾ ശരിക്കും റിഫ്രഷിങ് ആയി കിട്ടും കേട്ടോ. കാരണം കാണാൻ നല്ല കളർഫുള്ളാണ്. പലതരത്തിലുള്ള സീനറിയും നല്ല പൂക്കളും വെറൈറ്റി ആയിട്ടുള്ള സ്ലൈഡുകളും. ഏതിൽ വേണമെന്നുണ്ടെങ്കിലും കയറാം. പക്ഷേ നിൽക്കുന്ന മനുഷ്യനെല്ലാം ചുമ്മാ നിൽക്കുന്നതല്ല കേട്ടോ. അവരൊക്കെ നമ്മളോട് ഇൻട്രാക്റ്റും ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ഒരു സ്പെഷ്യൽ ചാർജ് കൊടുക്കേണ്ടി വരും. 6.50 പെർ ബോട്ടാണ്. ഒരു ബോട്ടിൽ 2 പേർക്ക് ഇരിക്കാം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ബോട്ടിങ്ങിന് സമയം തീർന്നുപോയി. അപ്പോൾ നമുക്കത് പറ്റിയില്ല. പക്ഷേ ഇനി അത് പറ്റിയില്ലെങ്കിൽ എന്താ, ഒരുപാട് കാര്യങ്ങൾ വേറെ നമുക്കവിടെ ചെയ്യാനുണ്ടല്ലോ. ഇതൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള സ്ലൈഡുകൾ നമ്മൾ UK മറ്റ് ഭാഗങ്ങളിൽ കാണാറില്ല.
ഇതൊരു മ്യൂസിക്കൽ വാക്കാണ്, പല രീതിയിലുള്ള വോയിസസ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ്. നമുക്കത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇൻട്രാക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞ ചുമ്മാ അല്ല, ആ കുട്ടികൾ ആ മരത്തിനോട് സംസാരിക്കുകയാണ്. അവിടെ ഡോറ് നോക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ആ മരം അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. കണ്ടില്ലേ, സിപ്പ് ലൈൻ ഉണ്ട്, അതിൽ കയറി എൻജോയ് ചെയ്യാം. സിപ്പ് ലൈനൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കാണുന്ന ഒരു ജുവൽ ഹണ്ടാണ്. ജുവൽ ഹണ്ട് എന്ന് പറയുമ്പോൾ ഒരു ജുവൽ അകത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിന് മുന്നിൽ ഒരുപാട് സ്ട്രിങ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രിങ്സിനെ ടച്ച് ചെയ്യാതെ നമ്മൾ അകത്ത് നിന്ന് ആ ജുവലിനെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുനിഞ്ഞ് നിവർന്നൊക്കെ കിടക്കണം, നല്ല ക്ഷമയും വേണം. ആ സ്ട്രിങ്ങിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ബീപ്പ് ചെയ്യുകയും ചെയ്യും. കുട്ടികളത് ചെയ്തു കേട്ടോ, നല്ല വൃത്തിയായിട്ട് അവരത് ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ കുനിയാനുള്ള മടി കാരണം ഞങ്ങൾ പിന്നെ അതിനകത്തൊട്ടൊന്നും പോയില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മിററാണ്. ആ മിററിനോട് എൻ്റെ മകൾ സംസാരിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ട് മറ്റ് പല സ്ഥലത്തും കാണാത്ത പല കാര്യങ്ങളുണ്ട്. ഇനി ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളതായി ഈ മെയ്സാണ് കേട്ടോ. മെയ്സ് ഞങ്ങൾ പല സ്ഥലത്തും കയറിയിട്ടുണ്ടെങ്കിലും ഈ മെയ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടു. ഈ വഴി കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു. വീണ്ടും വീണ്ടും ഡെഡ് എൻഡിൽ പോയി പെടുകയോ അല്ലെങ്കിൽ കറങ്ങിയെടുത്തൂടെ തന്നെ തിരിച്ച് കറങ്ങുകയായിരുന്നു. അവസാനം സത്യം പറയാമല്ലോ, അവിടുത്തെ സ്റ്റാഫ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ മെയ്സിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്കൊരു കമൻറ്റ് ഇടണേ. ഇനി സൊവനിയർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സൊവനിയേഴ്സ് ഉള്ള ഷോപ്പും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു ഫുൾ ഡേ ഒരു പിക്നിക്കൊക്കെ ആയിട്ട് വന്നൊരു ഫുൾ ഗ്യാങ് ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് സ്റ്റോക്കൽ പാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പോയി എക്സ്പ്ലോർ ചെയ്തൊക്കെ, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാനായിട്ടും മറക്കരുത്.